ഞങ്ങൾ ചെന്നൈ വരെ പോവാം. അവിടെ ക്രിക്കറ്റ് 2020 വേൾഡ് കപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ചെന്നൈയിൽ ബൈ റോഡ് വണ്ടിയിൽ പോകണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വിടാം. നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെന്നൈക്ക് ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ ബൈ റോഡ് ചെന്നൈക്ക് പോകണം. അവിടെ മറ്റന്നാളാണ് ഇന്ത്യ സിംബാബ്വെ കളി വരുന്നത്. വേൾഡ് കപ്പ് 2020 ഈവനിങ് ആണ് കളി. ഇന്ന് പോയിട്ട് നാളെ അവിടെ എത്തും. നാളെ ഒന്ന് അവിടേക്ക് ഒന്ന് കറങ്ങി കളിയൊക്കെ കണ്ട് അങ്ങനെ ഒന്ന് കറങ്ങി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ട്രിപ്പിൽ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നമ്മുടെ ഒരു കസിൻ ബ്രദറും ഫാമിലിയും ഉണ്ട്. 4 പേരുണ്ട്. 2 പിള്ളേരും കസിൻ ബ്രദറും ഫാമിലിയാണ് ഉള്ളത്. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് അവരും കൂടി എടുത്തിട്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് പോകുന്നിടത്തോളം വരെ പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. ഒത്തിരി നൈറ്റ് ഡ്രൈവിംഗ് ഇല്ല. അപ്പം അങ്ങനെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നാളെ രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്യണം. പക്ഷേ ഈ വണ്ടിയിലല്ല പോണേ. ഈ വണ്ടി അവിടെ ഇട്ടിട്ട് അവരുടെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ അവരുടെ വീടെത്തി. ഇത് ഫാദറിൻ്റെ ചേട്ടൻ്റെ വീടാണ്. അപ്പം ഈ വണ്ടി വിട്ടിട്ടിട്ട് ആ കിടക്കുന്ന വണ്ടിയിൽ നമ്മൾ കയറി പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഷിഫ്റ്റ് സാധനങ്ങളെല്ലാം മറ്റേ വണ്ടിയിലേക്ക് മാറ്റാം. ഞങ്ങളുടെ സാരഥി എന്ന മിസ്റ്റർ ജയമോനാണ്. ആള് നമ്മുടെ കസിൻ ബ്രദർ. തൊട്ട് ബാക്കിൽ മോളി ചേച്ചി, ആളുടെ വൈഫ്. ഇവിടെ എൻ്റെ പിറകിൽ എൻ്റെ വൈഫ് ലിസി. അപ്പം ഞങ്ങൾ പരിപാടികൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി നേരെ ചെന്നൈക്കുള്ള ലക്ഷ്യസ്ഥാനം ചെന്നൈയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കൊരട്ടിപ്പള്ളിയിൽ കയറുന്നില്ല. ചെറിയൊരു ദൈവത്തെ വിചാരിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം വണ്ടി. അപ്പോൾ നമുക്ക് വഴിയോര കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോവാം. ഇത് കൊരട്ടി റെയിൽവേ ഓവർബ്രിഡ്ജാണ്. അങ്ങനെ നേരെ ചെന്നിറങ്ങുന്നത് കൊരട്ടി ജംഗ്ഷനാണ്. ഇപ്പോൾ ജംഗ്ഷൻ്റെ മോച്ചയൊക്കെ ആകെ മാറി. ഇത് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുകയാണ്. ഹൈവേ മൊത്തമൊക്കെ ഫ്ലൈ ഓവറുകളുടെ പണി നടക്കുകയാണല്ലോ. അങ്ങനെ പട്ടിക്കാട് കഴിഞ്ഞ് ഞങ്ങളിത് ചുവന്നമണ്ണെത്തി. ചുവന്നമണ്ണ് മേലൊരു പാലമുണ്ട്. അത് നമ്മുടെ ബീച്ചിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതാണ്. കനാല് മാതിരിയുള്ള പാലമാണത്. മുകളിൽ വാട്ടർ കനാലാണ്. ഈ കാണുന്ന മലകളൊക്കെ രാവിലെ വരുമ്പോൾ ചില സമയത്ത് മഞ്ഞിൽ മൂടി കിടക്കണം. അത് രാവിലെ വെളുപ്പിനുള്ള കാഴ്ചയാണ് കേട്ടോ. ഇപ്പം ഇല്ല. പിന്നെ നമ്മുടെ സ്വന്തം കുതിരാനായി നമ്മുടെ ടണലാണ് ഈ കാണുന്ന ടണലിപ്പോൾ 2 ടണലും വർക്കിംഗ് ആണ്. ചില സമയത്ത് ഒരു ടണൽ അടച്ചിട്ടുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മണ്ണിടിഞ്ഞ് ഒരു സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 2ഉം വർക്കിംഗ് ആണ്. എന്നാലും ചില മെയിൻ്റനൻസ് വർക്ക് നടക്കണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷായി വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. എന്താ ഈ കാണുന്നത് നമ്മുടെ പന്നിങ്കര ടോൾ പ്ലാസയാണ്. നമ്മൾ ടോൾ പ്ലാസകൾക്കൊന്നും ഒരു പഞ്ഞമില്ലാത്ത സ്ഥലമാണ്. ഈ റോഡിൽ ഇഷ്ടംപോലെ ടോളുകളാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ പന്നിങ്കര ടോൾ പ്ലാസയും ഞങ്ങൾ ക്രോസ് ചെയ്തു.
അങ്ങനെ ഞങ്ങൾ പാലക്കാട് ടൗണിൻ്റെ ഫ്ലൈ ഓവർ എത്താറായി. പാലക്കാട് ടൗൺ ടച്ച് ചെയ്തില്ലല്ലോ, ഫ്ലൈ ഓവർ നേരെ കയറി ടേൺ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് പാലക്കാട് ടൗൺ കാണാൻ പറ്റില്ല. പിന്നെ റോഡിൻ്റെ വശങ്ങളിൽ ചെറിയ ചെറിയ മലകളും ആ മലകളുടെ മുകളിൽ ചെറിയ അമ്പലങ്ങളും അതിലേക്കുള്ള വഴിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ റോഡിൻ്റെ മീഡിയനിലാണെങ്കിൽ നിറച്ച് പൂക്കളൊക്കെ വെച്ച് നല്ല ബോഗൺവില്ല ഒക്കെ നല്ല പൂത്ത് നിൽക്കുന്ന കാഴ്ച, മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അത് തമിഴ്നാട്ടിലേക്ക് കിടന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയനിൽ ഇഷ്ടംപോലെ പൂക്കളുടെ അവർ ഇത് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെള്ളം കുറവാണെങ്കിലും പക്ഷേ അതെല്ലാം അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാളയാർ കഴിഞ്ഞ് തമിഴ്നാടായി. തമിഴ്നാട് റോഡ് 6 ലൈനായിട്ടോ, ഇവിടുന്ന് വാളയാറിൽ നിന്ന് 6 ലൈനാണ് കുറച്ച് ദൂരം, പിന്നെ വീണ്ടും സിംഗിൾ ലൈനായിട്ട് മാറുകയാണ് റോഡ്. അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ സൂര്യനൊക്കെ മങ്ങി തുടങ്ങി. സമയം 6:30 ഇത് കോയമ്പത്തൂർക്കുള്ളൊരു കട്ടിങ്ങാണ്. ഇങ്ങനെ 3-4 കട്ടിങ്ങുകളുണ്ട്. നമ്മുടെ നേരെ പോകുന്നത് സേലം, ഈ റോഡ് സേലം ആ റൂട്ടാണ്. അവിടുന്ന് കോയമ്പത്തൂർ ടൗണിലേക്കുള്ള കട്ടിങ്ങുകളാണ് നമ്മൾ കണ്ടത്. പിന്നെ വഴിയുടെ സൈഡിൽ ഇഷ്ടംപോലെ നേഴ്സിംഗ് കോളേജുകൾ, അതുപോലെ ഡെൻ്റൽ കോളേജുകൾ, ഇതൊക്കെ നമുക്ക് കാണാം പോകുമ്പോൾ. ഇതൊരു നേഴ്സിംഗ് കോളേജാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്നൊരു വൃക്ഷമാണത്, നമ്മുടെ സ്വന്തം തെങ്ങ്. എന്ത് ഭംഗിയായിട്ട് അവരുടെ തെങ്ങും തോട്ടം അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കിയാൽ. എല്ലാം പെയിൻ്റ് അടിച്ച് എല്ലാം നിരയും വരിയെല്ലാം കറക്റ്റാക്കി അവരൊരു തെങ്ങും തോപ്പ് ഉണ്ടാക്കിയെടുത്തേക്കാം. ഇപ്പോൾ മെയിനായിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് ഈ കരിക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. ഒരു പുല്ലോ അല്ലെങ്കിൽ ഒന്നും അവിടെ കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ കൊച്ചി കാരൂര് ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പൈപ്പുകൾ കിടക്കുന്നതാണ്. പൈപ്പുകൾ ഇടാനായിട്ട് നമ്മളെ വീടിൻ്റെ അതിലും ഈ ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. ഈ കോയമ്പത്തൂർ എത്താറായിട്ടുണ്ടെങ്കിൽ റോഡ് ഇതുപോലെ സിംഗിൾ റോഡായി. ഒരു 37 കിലോമീറ്റർ ഇങ്ങനെ സിംഗിൾ റോഡിലൂടെ ഒറ്റ വരിയായിട്ട് പോകണം. ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അടിപൊളി റോഡാണ്. ഈ റോഡ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന മാതിരി ഇങ്ങനെ ഒരു വികസനം ഇല്ലാതെ കിടക്കുക. തൊട്ട് മുമ്പിൽ പോയ ഇന്നോവ ട്രക്കിൻ്റെ ബാക്കിൽ ഒരു ഇടി. ചെറിയ സ്പീഡായിരുന്നു, പക്ഷേ അയാൾക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല, പെട്ടെന്ന് ഇടിച്ചു. വണ്ടി ഫ്രണ്ട് ഡാമേജ് കുറച്ചായിട്ടുണ്ട്, ബോണറ്റൊക്കെ പൊന്തി ഡാമേജായി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ട്രാവലിങ് ഏകദേശം ഒരു 7:30 ഞങ്ങൾ അവിനാശി എത്തുമ്പം അവിടെ റൂമെടുത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അവിനാശി വിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ റോഡാണ് ഒരു മെയിൻ ജംഗ്ഷനുള്ളത്. അപ്പം അവിടെ എത്തുമ്പോഴേക്കും 8:30 കഴിയും. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും നമുക്ക് റൂമൊക്കെ എടുത്ത് അങ്ങനെ സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാനിൽ അങ്ങനെ പോകുന്നു. ഇത് പാർട്ടികളുടെ കൊടികളൊക്കെ റോഡിൻ്റെ 2 സൈഡിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട് അവിടെ. ഈ ടോഡിൽ ഒരു സൈഡിൽ 6 ലൈനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, രാത്രി കാണാനായിട്ട്. അങ്ങനെ 12 ഗേറ്റാണ് ഈ ടോഡിലുള്ളത്. അങ്ങനെ ഞങ്ങളിത് അവിനാശി ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് അവിനാശി ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇത് അത്ര വലിയ ടൗണൊന്നുമല്ല, ചെറിയൊരു ടൗണാണ്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ആപ്പിൽ ഇവിടുത്തെ റൂമുകളൊന്നും കാണിക്കുന്നില്ല. എല്ലാം തിരുപ്പൂരാണ് ഇതിൻ്റെ നിയറസ്റ്റ് ലൊക്കേഷനിൽ കാണിക്കുന്നത്. അപ്പം ഞങ്ങളിനി ഇവിടെ കറങ്ങി നോക്കി, ആൾക്കാരോട് ചോദിച്ചാൽ അതിന് റൂമുണ്ടോ എന്ന് അന്വേഷിക്കണം, ഹോട്ടൽ അന്വേഷിക്കണം.
ഇവിടെ ഒരു അമ്പലം, ഈ അമ്പലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. തമിഴ്നാട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അമ്പലങ്ങൾ കാണാം. ചെറിയ ക്ഷേത്ര മാതൃകയിൽ ആണ് അതിൻ്റെ പണികളൊക്കെ ഉണ്ടാവുക. അങ്ങനെ കുറേ കറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരാളുടെ അടുത്ത് ചോദിച്ചു. ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു GHൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ഹോട്ടൽ എവിടെ ഉള്ളൂ, അത് അന്വേഷിച്ച് നടക്കുകയാണ് കറക്കത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ GH എന്താണെന്ന് നമുക്കറിയില്ല, അവരുദ്ദേശിക്കുന്ന GH എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളത് തേടി പിടിച്ച് നടക്കുക. അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവർ GH എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളിത് ഒരു ഹോട്ടൽ കണ്ടു. പിന്നെ അവിനാശി ടൗണിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു 4 കിലോമീറ്റർ പുറത്തേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടിയത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് കയറി. എന്തായാലും അക്കോമഡേഷൻ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 9 മണിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ വീണ്ടും പോകണം റൂമിലേക്ക്. അങ്ങനെ ഇതാണ് ഹോട്ടലിൻ്റെ ലോബി. ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് റൂം. അങ്ങനെ ഒരു നല്ലൊരു അക്കോമഡേഷൻ, കുഴപ്പമില്ലാത്ത 2 റൂമുകളൊക്കെ. ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യാണ്. നാളെ രാവിലെ വെളുപ്പിന് ഒരു 4:30 ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സൈനിങ് ഓഫ്. ഓക്കെ.